അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു സിദ്ധാന്തമാണ്. ബേസിക് ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ടുള്ള സിദ്ധാന്തം തന്നെയാണ്. 5 എലമെൻറ്റ്സ് തിയറി, പഞ്ചമൂലക സിദ്ധാന്തം എന്ന് വേണമെങ്കിൽ നമുക്കവയെ പറയാം. ചൈനീസ് ഭാഷയിൽ വുക്ഷിങ് എന്നാണ് ഈ 5 എലമെൻറ്റ്സ് തിയറി അറിയപ്പെടുന്നത്. നമുക്കറിയാം, യിങ് യാങ് തിയറിയിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ അക്യുപങ്ക്ചറിൻ്റെ ഡയഗ്നോസ് മെത്തേഡിലും അതേപോലെ തന്നെ ചികിത്സയിലും യിങ് യാങ് തിയറിയുടെ ഉപയോഗത്തെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം തന്നെയാണ് 5 എലമെൻറ്റ്സ് തിയറിയും. ധാരാളം ഉപയോഗങ്ങൾ നമുക്ക് ചികിത്സയിലാണെങ്കിലും രോഗനിർണയത്തിലാണെങ്കിലും 5 എലമെൻറ്റ്സ് തിയറി കൊണ്ട് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വുക്ഷിങ് അല്ലെങ്കിൽ 5 എലമെൻറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് ചികിത്സിക്കാൻ കഴിയുക. നമുക്ക് രോഗനിർണയത്തിനും അതേപോലെ തന്നെ ചികിത്സയിലും നമ്മുടെ ശരീരത്തെ കൂടുതൽ മനസ്സിലാക്കിയെടുക്കുന്നതിലും യൂണിവേഴ്സൽ എനർജി നമ്മുടെ ശരീരത്തിൽ എപ്രകാരമാണ്, അതിൻ്റെ യൂണിവേഴ്സൽ എനർജിയുടെ സ്വാധീനം എന്ന് മനസ്സിലാക്കാനുമെല്ലാം 5 എലമെൻറ്റ്സ് തിയറി നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് 5 എലമെൻറ്റ്സ് തിയറിയും യിങ് യാങ് തിയറിയും വളരെ ആഴത്തിൽ വീണ്ടും വീണ്ടും നിങ്ങൾ പഠിക്കണം. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ കൂടെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്കത് ചികിത്സക്ക് പ്രയോജനമാകുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ പതിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് വുക്ഷിങ് 5 എലമെൻറ്റ്സ് തിയറി? 5 എലമെൻറ്റ്സ് തിയറിയിൽ തന്നെ ഒരുപാട് ഏരിയകളുണ്ട്. ഇന്ന് നമ്മൾ വളരെ കുറച്ച് ഏരിയകളിലാണ് പോകുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, നമുക്ക് 5 എലമെൻറ്റ്സ് എന്താണെന്നും അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി ഓരോ ആളുകളും മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത ഭാഗങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വുക്ഷിങ് എന്നുള്ള ചൈനീസ് വാക്ക് 2 ചൈനീസ് വാക്കുകളുടെ ഒരു രൂപമാണ് വുക്ഷിങ് 5 എലമെൻറ്റ്സ്. നമുക്ക് നോക്കിയാൽ അറിയാം, വു എന്നുള്ളത് 5 എന്നും ഷിങ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ് മൂവ്മെൻറ്റ്, മാനിഫെസ്റ്റേഷൻ, ഫേസ് ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഒരു പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ചൈനീസ് ഭാഷയിൽ ഷിങ് എന്നുള്ളത്. അപ്പോൾ വുക്ഷിങ് എന്നുള്ള വാക്ക് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ അക്യുപങ്ക്ചറിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ 5 എലമെൻറ്റ്സിനെ നമ്മൾ 5 എലമെൻറ്റ്സ് എന്നല്ല ചൈനീസ് അക്യുപങ്ക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ അക്യുപങ്ക്ചർ കൺസെപ്റ്റിൽ പറയേണ്ടത് വുക്ഷിങ് എന്നാണ്. നമ്മൾ അവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഭാഗ്വ തിയറിയെ കുറിച്ചിട്ടാണ്. ഭാഗ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ട്രൈഗ്രംസ്. അതിനു മുമ്പ് 4 ഡയഗ്രംസ് നമ്മൾ മനസ്സിലാക്കി. അതിൽ ഗ്രേറ്റർ യിങ്, ഗ്രേറ്റർ യാങ്, ലെസർ യിൻ, ലെസർ യാങ്, ഈ 4 വിഭജനമാണ് അവിടെ മനസ്സിലാക്കിയത്. യിങ് യാങ് എന്നുള്ളത് ഒരു പൂർണ്ണതയാണ്. അതിൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഏതു വസ്തുക്കളിലാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉള്ളതുപോലെ തന്നെ യിങ് യാങ്ങിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഏതു വസ്തുവിൻ്റെ നിലനിൽപ്പിനും അനിവാര്യമായിട്ടുള്ള ഒരു 2 ഡ്യുവാലിറ്റി, 2 വ്യത്യസ്തമായിട്ടുള്ള എനർജികൾ, അത് പരസ്പര വിരുദ്ധവുമാണ്. അത്തരം ഒരു എനർജി ഉണ്ട്. അതിനെയാണ് നമ്മൾ തായ്ചി എന്ന് പറയുന്നത്. പിന്നീട് ആ 2 എനർജികളെ നമ്മൾ വിഭജിച്ചു, യിൻ എന്നും യാങ് എന്നും. ആ യിൻ യാങ് കൺസെപ്റ്റിനെ അല്ലെങ്കിൽ യിങ് യാങ് ഡിവിഷനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ബ്രോക്കൺ സോളിഡ് ലൈനുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ബ്രോക്കൺ സോളിഡ് ലൈനുകൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 4 ഡിവിഷൻസ് ആണ്, 4 വിഭജനമാണ്. ആ 4 കാര്യങ്ങളിൽ ഗ്രേറ്റർ യാങ്, ഗ്രേറ്റർ യിൻ, ലെസർ യാങ്, ലെസർ യിങ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ലഭിക്കുന്നു. പിന്നീട് ഇതിൽ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളും ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെ ഫുക്ഷി അവയിൽ ഒരു ലൈൻ കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ ലൈൻ യിന്നോ അല്ലെങ്കിൽ
യാങ് ലൈനോ ഇൻ ലൈനോ ആവാം. ഏതെങ്കിലും ഒരു ലൈൻ കൂടെ ചേർത്ത് വെക്കുമ്പോൾ അതിന് ട്രൈഗ്രംസ് എന്നാണ് ഫുക്ഷി പറഞ്ഞത്. ഫുക്ഷി അദ്ദേഹത്തിൻ്റെ ഐച്ചിങ്ങിൽ വിവരിച്ചത്. ഇങ്ങനെ 8 പ്രതിഭാസങ്ങൾ നമുക്ക് ലഭിച്ചു. ഹെവൻ, ലേക്ക്, ഫയർ, തണ്ടർ, വിൻഡ്, വാട്ടർ, മൗണ്ടെയിൻ, എർത്ത്. കിയാൻ, ഡു, ലി, സെൻ, സൺ, കാൻ, ജെൻ, കുൻ എന്നാണ് ഇവയുടെ ചൈനീസ് നെയിം. ഈ 8 ഘടകങ്ങളെ, ഈ പ്രപഞ്ചത്തിലുള്ള 8 പ്രതിഭാസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന പോലും, അതിൻ്റെ സൃഷ്ടിപരമായിട്ടുള്ള ഘടന പോലും 8 പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും, നമുക്ക് 2 കൈകൾ, 2 കാലുകൾ, നമ്മുടെ തല, അതേപോലെ തന്നെ നമുക്ക് പാദം, ഇടതുവശവും വലതുവശവും, ഇങ്ങനെ മൊത്തം 8 ഭാഗങ്ങൾ നമുക്ക് ശരീരത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്, പരസ്പര ബന്ധിതമായിട്ട് സന്തുലിതമായി നിലനിൽക്കാൻ സഹായിക്കുന്നുണ്ട്, പരസ്പരം സഹായിക്കുന്നുണ്ട്. ഈ ഒരു പരസ്പര നിയന്ത്രണവും പരസ്പര പരിവർത്തനങ്ങളും സാധ്യമാകുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ ഒരു ഹാർമണി ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 8 ഘടകങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 8 ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ കഴിയുക. പിന്നീട് 8 ഘടകങ്ങളിൽ നിന്ന് 5 ഫേസസിലേക്ക് കൊണ്ടുവന്നു. അതിൽ ഹെവനും ലേക്കും ഉൾക്കൊള്ളുന്നത് മെറ്റൽ ഫേസ് ആണ്. മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു എയർ എലമെൻറ്റിനെ, ഇന്ത്യൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട വായു മൂലകത്തിനെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ മെറ്റൽ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ മെറ്റൽ എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്നത് ഹെവനും ലേക്കുമാണ്. ഹെവൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഹെവൻ വളരെ പ്യുവറായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, അത്രയും നേർമയായിട്ടുള്ള ഒന്നാണ് ഹെവൻ എന്നുള്ളത്. സമാനമായിട്ട് തന്നെയാണ് ലേക്കിൻ്റെ ഒരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്യുവറായിട്ടുള്ള ഹെവൻലി, നമുക്ക് ദൈവികമായി ലഭിക്കുന്ന ഒന്നാണ് മെറ്റൽ എന്നുള്ളത്, അഥവാ വായു എന്നുള്ളത്. അതിനെ ഭാഷാപരമായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മെറ്റലിനെ വായു എന്നാണ് സാധാരണ പറയാറുള്ളത്, അല്ലെങ്കിൽ ലോഹം മൂലകം എന്ന് പറയുമെങ്കിലും ഇന്ത്യൻ സിസ്റ്റവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ ഈ മെറ്റൽ എലമെൻറ്റ് സാധാരണ എയർ എലമെൻ്റ് ആയിട്ടാണ് പറയുന്നത്. എന്നാൽ ചൈനീസ് അക്യുപങ്ക്ചറിലും ചൈനീസ് ഫിലോസഫികളിലും മെറ്റലിനെ മെറ്റലായിട്ട് തന്നെയാണ് പറയുന്നത്. ഹെവനും ലേക്കും കൂടിച്ചേർന്ന് മെറ്റലാവുന്നു. ഫയറും വാട്ടറും തനിച്ച് നിൽക്കുന്നുണ്ട്. തണ്ടറും വിൻഡും കൂടിച്ചേർന്നിട്ടാണ് വുഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അഥവാ തണ്ടറിൻ്റെയും വിൻഡിൻ്റെയും ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ നമ്മുടെ വുഡ് എലമെൻറ്റിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇതൊരിക്കലും രൂപത്തിലുള്ള സമാനതകളല്ല, അതിൻ്റെ സ്വഭാവ ഗുണത്തിലുള്ള സമാനതകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ രൂപങ്ങളെ 5 ഫേസസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തണ്ടറും വിൻഡും കൂടിച്ചേർന്നിട്ടാണ് വുഡ് ഉണ്ടായിട്ടുള്ളത്. മൗണ്ടെയിൻ, എർത്ത്, ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് എർത്ത് എന്നുള്ളത്. അപ്പോൾ 8 പ്രതിഭാസങ്ങളെ 5 ഫേസസിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. മെറ്റൽ, ഫയർ, വുഡ്, വാട്ടർ, എർത്ത്. ഈ 5 ഫേസസിനെ അറിയപ്പെടുന്ന പേരാണ് വുക്ഷിങ് എന്നുള്ളത്, അഥവാ 5 എലമെൻറ്റ്സ് എന്നുള്ളത്. ഏകദേശം 700-1000 BC കാലഘട്ടങ്ങളിലാണ് വുക്ഷിങ് എന്നുള്ള കൺസെപ്റ്റ് ചൈനയിൽ പിറവികൊള്ളുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് യിങ് യാങ് തിയറി രൂപം കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ചൈനീസ് ഫിലോസഫിയിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു സിദ്ധാന്തം തന്നെയാണ് ഈ 5 എലമെൻറ്റ്സ് തിയറി അല്ലെങ്കിൽ വുക്ഷിങ് തിയറി എന്നുള്ളത്. പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളെ 8 ഘടകങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവയുടെ ഒരു രൂപം ഈ തരത്തിലാണ് ഉള്ളത്.
ഹെവൻ എന്നുള്ളത് കംപ്ലീറ്റ് യാങ് ആണ്, ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഒന്നാണ് ഹെവൻ എന്നുള്ളത്. പിന്നീട് അതിലേക്ക് 2 ഇൻ ചേർത്ത് വെച്ചതിന് ശേഷമാണ് തണ്ടർ രൂപം പ്രാപിക്കുന്നത്. അത് സ്ട്രോങ് യാങ് ആണ്. നമുക്കറിയാം ഈ തണ്ടറിൻ്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ അത് ഇൻവിസിബിൾ ആണ്, വളരെ അപൂർവമായിട്ടാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. മാത്രമല്ല അതിന് കാഠിന്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് യാങ് എന്നുള്ള കൺസെപ്റ്റിലാണ് തണ്ടർ അറിയപ്പെടുന്നത്. വാട്ടറിനകത്ത് ഏറ്റവും മിഡിലായിട്ട് യാങ് വരുന്നത് കൊണ്ട് മിഡിൽ യാങ് എന്നാണ് വാട്ടർ അറിയപ്പെടുന്നത്. മൗണ്ടെയിൻ ആണെങ്കിൽ ലെസർ യാങ് ആണ്. ഏറ്റവും മുകളിൽ ഒരു യാങ് വരുന്ന രീതിയിൽ 2 ഇൻ ലൈനുകളെ ബ്രോക്കൺ ലൈനുകളെ താഴെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ മൗണ്ടെയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ലെസർ യാങ് ആണ്. എർത്ത് എന്നുള്ളത് കംപ്ലീറ്റ് ഇൻ അവസ്ഥയാണ്. വിൻഡ് അല്ലെങ്കിൽ വുഡിനെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അത് സ്ട്രോങ് ഇൻ ആണ്. സ്ട്രോങ് ഇൻ ആവുമ്പോൾ താഴെ ഒരു ഇൻ ലൈനും മുകളിൽ 2 യാങ് ലൈനുമാണുള്ളത്. ഫയർ എന്നുള്ളത് മിഡിൽ ഇൻ ലൈനും മിഡിൽ ഭാഗത്ത് ഇൻ ലൈനും മുകളിലും താഴെയും യാങ് ലൈനും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഫയർ എന്നുള്ളത്. ലേക്ക് അല്ലെങ്കിൽ റെയിൻ അല്ലെങ്കിൽ വാലി എന്നൊക്കെ പറയാം, അത് ലെസർ ഇൻ ആണ്. ഇതാണ് ഈ 8 പ്രതിഭാസങ്ങൾ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സ്ലൈഡിലേക്ക് തന്നെ വരാം. വുക്ഷിംഗ് എന്നുള്ളതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. വുക്ഷിംഗ് എന്ന് പറഞ്ഞാൽ 5 എലമെൻറ്റ്സ് എന്നാണ്. ഷിംഗ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്, മാനിഫെസ്റ്റേഷൻ, ഫേസസ്, ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് വുക്ഷിംഗ് അല്ലെങ്കിൽ 5 എലമെൻറ്റ്സ്? ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, വുഡ്. സാധാരണ പല ക്രമീകരണത്തിലും പല രൂപങ്ങളിലും ഇവയെ പല ഓർഡറുകളിലും വിവരിക്കാറുണ്ട്. കൂടുതൽ ആളുകളും ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ വിവരിക്കുമ്പോൾ ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, വുഡ് എന്നുള്ള ഓർഡറിലാണ് സാധാരണ പറയാറുള്ളത്. ചില ഗ്രന്ഥങ്ങളിൽ ചില ക്ലാസിക് അക്യുപങ്ക്ചർ സിസ്റ്റം ബേസ് ചെയ്തിട്ട് വാട്ടറിൽ നിന്ന് തുടങ്ങുന്ന കൺസെപ്റ്റുകളുണ്ട്. അതായത് വാട്ടർ, വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ എന്നുള്ള ഓർഡറിൽ. ചില കൺസെപ്റ്റിൽ വുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ എന്നുള്ള ഓർഡറിലും കാണാം. അപ്പോൾ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, വുഡ് എന്നുള്ള ഈ ഓർഡറാണ്. ഈ 5 എലമെൻസിനെ സാധാരണ സൈദ്ധാന്തികമായി വിവരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഡയഗ്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഡയഗ്രത്തിൽ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഇവയെ ക്രമീകരിച്ച രീതി, അവയുടെ മൂവ്മെൻറ്റ്, ഇവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ധാരാളം കൺസെപ്റ്റുകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അവയൊക്കെ ഓരോ ഭാഗങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും 5 എലമെൻറ്റ്സ് തിയറിയെ നമ്മൾ വരച്ചു വെക്കുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ സ്ഥാപിക്കേണ്ടത് ഫയറിനെ. അതിനെ തൊട്ടു താഴെ പിന്നെ ഒരു ക്ലോക്ക് വൈസിലാണ് ഇതിൻ്റെ ഒരു സഞ്ചാരം. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് വലതുവശത്തായിട്ട് എർത്ത്, അതിന് തൊട്ട് താഴെ മെറ്റൽ, പിന്നീട് വാട്ടർ, വുഡ്. ഈ ഒരു ക്രമത്തിലാണ് നമ്മളെപ്പോഴും 5 എലമെൻസിനെ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, വുഡ് എന്നിവയാണ് നമ്മുടെ പഞ്ചമൂലകങ്ങൾ. അഗ്നി, ഭൂമി, ലോഹം, വെള്ളം, മരം, ഇവയാണ് പഞ്ചമൂലകങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ. ഭൂതങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യൻ സിസ്റ്റത്തിലാണ് സാധാരണ പറയാറുള്ളത്. ഇവിടെ എലമെൻറ്റ്സ് എന്ന് തന്നെയാണ് സാധാരണ, അല്ലെങ്കിൽ മൂലകങ്ങൾ എന്നാണ് ചൈനീസ് ഭാഷാപരമായിട്ട് പറയാറുള്ളത്. സാധാരണഗതിയിൽ ഈ 5 എലമെൻസിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഓരോ ഘടകങ്ങളിലും 5 മൂലകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏതൊരു വസ്തു എടുക്കുകയാണെങ്കിലും 5 മൂലകങ്ങൾ കൊണ്ടാണ് അവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ ഈ 5 മൂലകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു എനർജിയാണ് നമ്മുടെ ശരീരത്തെ ശരിയായി നിലനിർത്തുന്നത്. 5 മൂലകങ്ങൾ ശരിയായ രീതിയിൽ സന്തുലിതമായി നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരം ശരിയായ ആരോഗ്യാവസ്ഥയിൽ നിലനിൽക്കുക. നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള ഇപ്പോൾ ഒരു ചെറിയൊരു പാറക്കഷ്ണം എടുത്തു.
അല്ലെങ്കിൽ ഒരു മരം നമ്മളെടുത്തു, ഒരു മരക്കഷ്ണം എടുത്തു. മരം എന്നുള്ളത് വുഡ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും അതിനകത്ത് ഫയർ ഉണ്ട്, എർത്ത് ഉണ്ട്, മെറ്റൽ ഉണ്ട്, വാട്ടർ ഉണ്ട്. കാരണം ഒരു മരത്തെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് കത്തിപ്പോകും. ആ കത്തുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം അല്ലെങ്കിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം പുറത്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതൊരു മരക്കഷ്ണമാണെങ്കിലും അതിനകത്ത് വെള്ളം ഇരിക്കുന്നുണ്ട്, ഫയർ ഇരിക്കുന്നുണ്ട്. ഫയർ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് അതിന് കത്താനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്നത്. എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മരം കത്തിക്കുകയാണെങ്കിൽ ആ മരം പിന്നീട് അത് ചാരമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റം ഇവിടെ സംഭവിക്കുന്നത് ഈ മരക്കഷ്ണത്തിൽ തന്നെ ഈ ഒരു ഘടകം, ഈ മൂലകത്തിൻ്റെ ഒരു അംശം നിലനിൽക്കുന്നത് കൊണ്ടാണ്. മെറ്റലിൻ്റെ അംശവും ഈ മരത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. വാട്ടറിൻ്റെ അംശവും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ യിങ് യാങ് തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ ഏതൊരു വസ്തുവാണെങ്കിലും ഏത് ഘടകത്തിലാണെങ്കിലും നമുക്ക് സാധാരണ അവയെ പറയാൻ കഴിയുന്നത് 8 ഭാഗങ്ങളാക്കി തിരിച്ചതിന് ശേഷം അതിൽ 8-1 ഭാഗം, ഒരു ഭാഗം ഏതൊരു വസ്തുവിലാണെങ്കിലും ഇപ്പോൾ ഒരു വുഡ് എടുക്കുക. വുഡിനെ 8/1 ആയിട്ട് ഞാൻ സ്ക്രീനിൽ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഓരോ ഘടകങ്ങളെ എടുത്തു. ഇപ്പോൾ നമ്മൾ വുഡിനെ എടുക്കുന്നു. അപ്പോൾ 8/, ഫയർ, ഞാൻ മൗസ് കൊണ്ട് എഴുതുന്നതുകൊണ്ട് ചെറിയൊരു അവ്യക്തത ഉണ്ടാകും. അപ്പോൾ അടുത്ത തവണ നമുക്ക് പെൻ ഉപയോഗിക്കാം. ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, വുഡ്. ഈ ഒരു രീതിയിലാണ് ഓരോ വസ്തുക്കളിലും മറ്റു മൂലകങ്ങളുടെ സാന്നിധ്യം നിലനിൽക്കുന്നത്. അഥവാ ഇപ്പോൾ വുഡ് എലമെൻറ്റ് നമ്മളെടുത്തു. വുഡിലാണെങ്കിൽ 8-1 ഫയർ ഉണ്ട്. അതേപോലെ തന്നെ എർത്ത് 8/1 അല്ലെങ്കിൽ 8-1 ഭാഗം എർത്താണ്. വുഡിൽ മെറ്റലിൻ്റെ സാന്നിധ്യം 8-1, വാട്ടറിൻ്റെ സാന്നിധ്യം 8-1. പക്ഷേ ഇവിടെ 8-4 ഭാഗമാണ്. അത് മാറിപ്പോയി, ഒരു മിനിറ്റ്. ഓക്കെ, ഇങ്ങനെ 5 ക്രമത്തിലാണ്, 5 ഡിവിഷനായിട്ടാണ് നമുക്ക് ഇവയെ വിഭജിക്കാൻ കഴിയുക. ഓരോ മൂലകത്തിലും മറ്റു മൂലകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അവിടെ പ്രൊമിനൻ്റ് ആയിട്ട് പ്രത്യക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും. വുഡിനകത്ത് വാട്ടറും എർത്തും മെറ്റലും എല്ലാം ഫയറും എല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് വുഡാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വുഡിനകത്ത് മറ്റുള്ള ഘടകങ്ങളില്ലെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഫയറിനകത്തും ഇതേപോലെ തന്നെ. ഫയറിനകത്ത് എർത്തുണ്ട്, മെറ്റലുണ്ട്, വാട്ടറുണ്ട്, വുഡുണ്ട്, ഫയറുമുണ്ട്. എല്ലാത്തിനകത്തും എല്ലാ ഘടകങ്ങളും ഒരേപോലെ നിലനിൽക്കുന്നുണ്ട്.
ഇതാണ് 5 എലമെൻറ്റ്സ്. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളുടെ രൂപത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം സാധ്യമാകുന്നത്. നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ അക്യുപങ്ക്ചറിൻ്റെ കാഴ്ചപ്പാടിൽ 12 അവയവങ്ങളാണുള്ളത്. നമ്മൾ യിങ് യാങ് തിയറി പഠിച്ചു. യിങ് യാങ് തിയറിയിൽ അവയവങ്ങളുടെ ഒരു രൂപം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെ അവയവങ്ങളാണ് യിൻ അവയവങ്ങളെന്നും ഏതൊക്കെ അവയവങ്ങളാണ് യാങ് അവയവങ്ങളെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ യിൻ ഓരോ എലമെൻറ്റിനകത്തും ഒരു യിൻ അവയവവും യാങ് അവയവവും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എർത്ത് ആണെങ്കിൽ എർത്തിനകത്ത് ഒരു യിൻ അവയവമുണ്ട്, ഒരു യാങ് അവയവമുണ്ട്. മെറ്റലാണെങ്കിൽ മെറ്റലിനകത്തും യിന്നും യാങ്ങും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ഇവയെ ഒരു ക്ലാസിഫൈ ചെയ്യേണ്ടത്. നമ്മളുടെ എല്ലാ വസ്തുക്കളിലും നമുക്ക് 5 ഘടകങ്ങളുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ 5 മൂലകങ്ങളുടെ ഒരു സാന്നിധ്യം കാണാൻ കഴിയും. നമ്മൾ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തു നോക്കിക്കഴിഞ്ഞാലും. ഇവയുടെ ഒരു ക്ലാസിഫിക്കേഷൻ സാധാരണ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ലെവലിൽ അല്ലെങ്കിൽ അക്യുപങ്ക്ചറിൽ കൊണ്ടുവരുന്ന സമയത്ത് ഓർഗനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 5 ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ കളറുകളെ അടിസ്ഥാനമാക്കിയിട്ട്, ശരീരത്തിലുള്ള ടിഷ്യൂകളെ അടിസ്ഥാനമാക്കിയിട്ട്, നമ്മുടെ ശരീരത്തിലുള്ള സെൻസ് ഓർഗൻസിനെ അടിസ്ഥാനമാക്കിയിട്ട്, അതേപോലെ തന്നെ ഇമോഷൻസ്, 5 ഫ്ലവേഴ്സ് അഥവാ ടേസ്റ്റുകൾ, 5 സീസൺസ്, ഡയറക്ഷൻസ്, ഇങ്ങനെ ധാരാളം കാര്യങ്ങളിൽ നമ്മൾ 5 എലമെൻറ്റ്സിനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിൽ രോഗനിർണയം നടത്താനും ചികിത്സിക്കാനും കഴിയുന്നത്. അപ്പോൾ ഇനി ഓരോ ഭാഗങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് 5 എലമെൻറ്റ്സ് തിയറി എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അവ നിലനിൽക്കുന്നത് 5 മൂലകങ്ങളുടെ ശരിയായ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ സന്തുലിതാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വസ്തു ശരിയായ രീതിയിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ ശരീരമാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ 5 മൂലകങ്ങൾ ശരിയായ രീതിയിലുള്ള ഒരു വിനിമയം നടത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ശരിയായ ആരോഗ്യമുണ്ടാകുന്നത്. എല്ലാ വസ്തുക്കളിലും ഈ 5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ ഒരു ദിവസമാണെങ്കിലും, നമ്മുടെ സമയമാണെങ്കിലും, നമ്മുടെ സീസൺ ആണെങ്കിലും, നമ്മുടെ ഡയറക്ഷൻ ആണെങ്കിലും, എല്ലാത്തിനകത്തും 5 മൂലകങ്ങളുടെ ഒരു സാന്നിധ്യത്തെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പഞ്ചമൂലക സിദ്ധാന്തം അല്ലെങ്കിൽ വുക്ഷിങ് 5 എലമെൻറ്റ്സ് തിയറി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. നമ്മുടെ ശരീരത്തിൽ യിങ് യാങ് തിയറിയെ അടിസ്ഥാനമാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് യിൻ അവയവങ്ങളെയും യാങ് അവയവങ്ങളെയും നമ്മൾ വിഭജിക്കുമ്പോൾ യാങ് അവയവങ്ങളെ സാധാരണ പറയാറുള്ളത് എക്സ്റ്റേണൽ ഓർഗൻസ് എന്നാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളാണ്. പക്ഷേ അവയെ നമ്മൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന അവയവങ്ങളായത് കൊണ്ട് തന്നെ അവയെ എക്സ്റ്റേണൽ പാർട്ടായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ എല്ലാ പ്രവർത്തനങ്ങളും ആക്റ്റീവ് അവയവങ്ങളെയാണല്ലോ നമ്മൾ യാങ് അവയവങ്ങൾ എന്ന് പറയുന്നത്. യിൻ അവയവങ്ങൾ ഇനാക്റ്റീവ് അവയവങ്ങളാണ്, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള അവയവങ്ങളാണ്. അപ്പോൾ ഹോളോ ഓർഗൻസിനെ അല്ലെങ്കിൽ വാം ഓർഗൻസിനെയാണ് യാങ് അവയവങ്ങൾ എന്നുള്ളത് നമ്മൾ യിങ് യാങ് തിയറിയിൽ മനസ്സിലാക്കി. അപ്പോൾ അത് പ്രകാരം നമ്മുടെ ശരീരത്തിലുള്ള എക്സ്റ്റേണൽ ഓർഗൻസ് എന്നുള്ളത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ബ്ലാഡർ. SI എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, BL എന്ന് പറഞ്ഞാൽ ബ്ലാഡർ. അപ്പോൾ തായ് യാങ്, ഗ്രേറ്റ് യാങ്. തായ് യാങ് എന്നാണ് ഈ 2 അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ അറിയപ്പെടുന്നത്. നമ്മൾ മെറിഡിയൻ ലെവലിലേക്ക് നോക്കുമ്പോൾ 6 ഡിവിഷൻ തിയറി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ ഭാഗ്വ തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഭാഗ്വ നമ്മൾ മനസ്സിലാക്കി. ഭാഗ്വ തിയറിയിൽ നിന്ന് 5 ഫേസസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ യിങ് യാങ് ലൈനുകൾ തമ്മിൽ ചേർത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് തായ് യാങ് എന്നുള്ള കൺസെപ്റ്റ്, അതായത് ഗ്രേറ്റ് യാങ്. അപ്പോൾ ഈ ഗ്രേറ്റ് യാങ് ഉൾക്കൊള്ളുന്ന ഒന്നാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനും ബ്ലാഡറും. നമ്മുടെ ശരീരത്തിൽ ആ ഒരു തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഗ്രേറ്റ് യാങ് ഏറ്റവും കൂടുതൽ യാങ്ങിനെ നിലനിർത്തുന്ന, യാങ്ങിൻ്റെ പ്രവർത്തനം സാധ്യമാക്കുന്ന ഒന്നാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനും ബ്ലാഡറും. പിന്നീട് അതിൽ നിന്ന് കുറച്ചുകൂടെ കുറഞ്ഞ രീതിയിൽ ലെസർ യാങ് വരുന്നുണ്ട്. ഷാവോ യാങ് എന്നാണ് അവയെ ചൈനീസ്
ഭാഷയിൽ പറയുന്നത്. അത് ട്രിപ്പിൾ എനർജൈസറും ഗോൾ ബ്ലാഡറുമാണ്. പിത്താശയവും നമ്മുടെ ട്രിപ്പിൾ വാർമർ സാൻജിയാവോ അല്ലെങ്കിൽ ട്രിപ്പിൾ ഹീറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അവയവത്തിൻ്റെ കൺസെപ്റ്റ്. ഇത് രണ്ടും ഷാവോ യാങ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഉൾക്കൊള്ളുന്നത്. പിന്നീട് ലാർജ് ഇൻറ്റസ്റ്റൈനും സ്റ്റൊമക്കും യാങ്മിങ് ചാനലായിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്. ബ്രൈറ്റ് യാങ് എന്നാണ് ഇവയെ വിളിക്കുക. ഇൻ ചാനലുകൾ നോക്കുകയാണെങ്കിൽ സ്പ്ലീൻ അതേപോലെ ലങ് എന്നീ രണ്ട് അവയവങ്ങൾ തായിൻ ചാനലുകളാണ്. ക്രിയേറ്റീൻ ചാനലുകൾ. പെരികാർഡിയവും ലിവറും ഒരേ ക്വാളിറ്റിയുള്ള ഒരേ തരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ചാനലാണ്. പ്രവർത്തന മണ്ഡലത്തിലാണ് ഇവയുടെ സ്വഭാവങ്ങൾക്ക് ഒരു സമാനതയുള്ളത്. അല്ലാതെ അവയുടെ രൂപത്തിലോ അവയുടെ ശരീരത്തിലുള്ള സ്ഥാനത്തിലോ ഒന്നുമല്ല. പക്ഷെ അവയുടെ ഒരു ഗുണത്തെ, സ്വഭാവത്തെ, ഫങ്ഷൻസിനെ നോക്കിയിട്ടാണ് നമ്മൾ ഇവയെ ജോയിൻ ചാനലുകളായിട്ട് പരിഗണിക്കുന്നത്. അത് ഡിക്രീസിങ് ഇൻ ചാനലുകളാണ്. ഹാർട്ടും കിഡ്നിയും ഷാവോയിൻ ചാനലുകളാണ്. ഇവയെ ഒരേ തരത്തിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ പറയാനുള്ള ഒരു കാരണം, ഇനി പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ശരീരത്തിൽ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയും. ബാഹ്യവും ആന്തരികവുമായ ബന്ധത്തെക്കുറിച്ച് പറയും. ഈ അവയവം ഇൻറ്റേർണൽ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അവ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പിനെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 5 എലമെൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ സാങ്ഫു ഓർഗൻസിൻ്റെ, സാങ്ഫു എന്താണെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട 12 അവയവങ്ങൾ, ആ അവയവത്തിൽ 11 അവയവങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കൺസെപ്റ്റാണ് സാങ്ഫു എന്നുള്ളത്. അതിൽ പെരികാർഡിയത്തെ ഹൃദയത്തിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് TCM അല്ലെങ്കിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലും അക്യുപങ്ക്ചറിലുമൊക്കെ പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സാങ്ഫു ഓർഗൻസിനെ നമ്മൾ ഈ 5 ഫേസസിലേക്ക് അല്ലെങ്കിൽ 5 എലമെൻസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വുഡിനകത്ത് ഉൾക്കൊള്ളുന്നത് ലിവറും ഗോൾ ബ്ലാഡറുമാണ്. ലിവറും ഗോൾ ബ്ലാഡറും നമ്മുടെ വുഡ് എലമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ നമ്മുടെ ശരീരത്തിൽ സാധ്യമാക്കുന്ന 2 അവയവങ്ങളാണ്. ലിവർ എന്നുള്ളത് ഇൻ അവയവവും ഗോൾ ബ്ലാഡർ എന്നുള്ളത് യാങ് അവയവവുമാണ്. ഫയറിനകത്ത് 4 അവയവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അത് ഹാർട്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പെരികാർഡിയം, ട്രിപ്പിൾ ഹീറ്റർ. ഇതിൽ ഹാർട്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ട്രിപ്പിൾ ഹീറ്റർ എന്നീ അവയവങ്ങളെ മാത്രമാണ് TCMൽ സാങ്ഫു ഓർഗൻസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പെരികാർഡിയം എന്നുള്ള അവയവം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു അവയവമായിട്ടാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ നമ്മൾ മെറിഡിയൻ പഠിക്കുന്ന സമയത്തും മറ്റു കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തും പെരികാർഡിയത്തെ പരിഗണിക്കും. പക്ഷേ സാങ്ഫു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പറയുന്ന സമയത്ത് 11 അവയവങ്ങളാണ് സാധാരണ പറയാറുള്ളത്. അതിൽ ഹാർട്ടിൻ്റെ ഒരു കീഴിൽ തന്നെയാണ് പെരികാർഡിയം എന്നുള്ള അവയവം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഫയറിനകത്ത് ഹാർട്ട് എന്നുള്ളത് ഇൻ അവയവമാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നുള്ളത് യാങ് അവയവമാണ്. ഫയറിൽ 2 ഫയറുകൾ വരുന്നുണ്ട്. ഒന്ന് എംപറർ ഫയർ, 2 മിനിസ്റ്റർ ഫയർ. എംപറർ ഫയർ ആണ് ഹാർട്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നിവ. മിനിസ്റ്റർ ഫയർ ആയിട്ടാണ് പെരികാർഡിയവും ട്രിപ്പിൾ ഹീറ്ററും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മിനിസ്റ്റർ ഫയറിൽ വരുന്ന ട്രിപ്പിൾ ഹീറ്ററിനെ മാത്രമാണ് ഇവിടെ സാങ്ഫു ഓർഗനിൽ നമ്മൾ പരിഗണിക്കുക. ട്രിപ്പിൾ ഹീറ്ററിനെ സാൻജിയാവോ എന്നും നമ്മൾ പറയാറുണ്ട്. എർത്തിനകത്ത് വരുന്നത് സ്പ്ലീനും സ്റ്റൊമക്കും. നമ്മുടെ പ്ലീഹയും ആമാശയവുമാണ് ഭൂമി മൂലകത്തിൽ വരുന്നത്. സ്പ്ലീൻ എന്നുള്ളത് ഇൻ അവയവവും സ്റ്റൊമക്ക് എന്നുള്ളത് യാങ് അവയവവുമാണ്. മെറ്റലിനകത്ത് വരുന്നത് ലോഹം മൂലകത്തിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ലോഹം മൂലകത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനും സ്റ്റൊമക്കുമാണ്. ലാർജ് ഇൻറ്റസ്റ്റൈനും ലങ്സുമാണ്. ലങ്സ് എന്നുള്ളത് ഇൻ അവയവവും ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്നുള്ളത് യാങ് അവയവവുമാണ്. വാട്ടർ എന്നാൽ വെള്ളം മൂലകത്തിൻ്റെ കീഴിൽ വരുന്ന 2 അവയവങ്ങൾ കിഡ്നിയും ബ്ലാഡറും, വൃക്കയും മൂത്രാശയവും. ഇതിൽ കിഡ്നി എന്നുള്ളത് ഇൻ അവയവമാണ്, ബ്ലാഡർ എന്നുള്ളത് യാങ് അവയവമാണ്. ഇതാണ് സാങ്ഫു ഓർഗൻസിൻ്റെ
5 എലമെൻസിലേക്ക് കൊണ്ടുവരുന്ന രീതി. ഇനി ഒരു ബേസിക് ആയിട്ടുള്ള ഇവയുടെ ഒരു സ്വഭാവം, എലമെൻസിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് നോക്കാം. വുഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ സാധാരണ മലയാളത്തിൽ വിശദീകരിക്കുക മരം. വുഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിലും നമ്മൾ വുഡ് തന്നെയാണ്, മരം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് മുകളിലേക്ക് ഉയരുന്നതോടൊപ്പം പല ദിശയിലേക്കും ബെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടെയുള്ളതാണ്. അതായത് എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ മുകളിലേക്ക് ഉയർന്നു പോകാൻ കഴിവുള്ള ഒന്നാണ് വുഡ്. നമുക്ക് ആ ഒരു തരത്തിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും വുഡിൻ്റെ ഒരു സ്വഭാവത്തെ നമുക്ക് കാണാൻ കഴിയുക. ലിവർ എന്നുള്ള അവയവത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഗോൾ ബ്ലാഡറിനെ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ എനർജി ലെവലിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആ തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആ തരത്തിലുള്ളതാണ്. ഫയർ എന്നുള്ളതിൻ്റെ സ്വഭാവം നമുക്കറിയാം. ഫയർ ഒരിക്കലും താഴേക്ക് ഫ്ലെയർ ചെയ്യില്ല, മുകളിലേക്കാണ് അതിൻ്റെ ജ്വാലകൾ ഉയർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫയർ എന്നുള്ളതിൻ്റെ ഒരു സ്വഭാവം എപ്പോഴും മുകളിലേക്ക് ഉയരുന്ന തരത്തിലാണ്. എർത്തിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. എർത്തിനകത്ത് എന്തെങ്കിലും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളവ്, അതായത് നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ അവിടെ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട് വേണം. ആ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ മണ്ണിൽ നിന്നാണ് നമ്മൾ വിതച്ച സാധനം വളർന്നു വരുന്നത്. പിന്നീട് ആ മണ്ണിൽ നിന്നാണ് നമ്മൾ കൊയ്തെടുക്കുന്നത്. ഇതേ തരത്തിൽ തന്നെയാണ് നമ്മുടെ എർത്തിൽ വരുന്ന എർത്ത് മൂലകത്തിൻ്റെ കാര്യത്തിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ, അവ മണ്ണിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്, അവ കൃഷി വളരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആമാശയവും സ്പ്ലീനുമാണ് നമ്മുടെ എർത്ത് എലമെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 2 അവയവങ്ങൾ എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ ആമാശയത്തിനകത്ത് നമ്മളൊരു ആഹാര പദാർത്ഥം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇത് ഒരു ഭൂമിയുടെ പ്രവർത്തനം തന്നെയാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത്. മെറ്റൽ എന്നുള്ളതിൻ്റെ ഒരു സ്വഭാവം, മെറ്റലിനെ നമുക്കറിയാം ഏത് രീതിയിലും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മെറ്റൽ എന്നുള്ളത്. അപ്പോൾ മാത്രമല്ല അത് വളരെ ഹാർഡായിട്ടുള്ള ഒരു വസ്തുവുമാണ്. ആ തരത്തിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും മെറ്റൽ എലമെൻറ്റ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവമുള്ളത്. വാട്ടർ ആണെങ്കിൽ മോയ്സ്റ്റൈൻ ചെയ്യുക, അതായത് നനക്കാനും അതേപോലെ തന്നെ ഡൗൺവാർഡായിട്ട് മൂവ് ചെയ്യാനും ഉള്ള ഒരു കപ്പാസിറ്റി വാട്ടറിനുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം താഴേക്ക് ഒഴുകുന്നതോടൊപ്പം തന്നെ അവയെ മോയ്സ്റ്റൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി വാട്ടറിനുണ്ട്. അപ്പോൾ ഇതാണ് 5 എലമെൻസിൻ്റെ ബേസിക് ക്വാളിറ്റീസ് എന്നുള്ളത്. ഇനി നമ്മൾ അടുത്തത് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ക്വാളിറ്റീസിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ, മൂവ്മെൻറ്റിൽ വരുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവയെ വിഭജിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞു, ഫയർ എന്നുള്ളത് എപ്പോഴും മുകളിലേക്ക് സഞ്ചരിക്കുന്ന ഒന്നാണ്. ഫയർ ഒരിക്കലും താഴേക്ക് സഞ്ചരിക്കില്ല. ഫയർ കത്തിച്ചു കഴിഞ്ഞാൽ മുകളിലേക്കാണ് അതിൻ്റെ ഫ്ലെയേഴ്സ് അപ്വാർഡായിട്ടാണ് സഞ്ചരിക്കുന്നത്. മെറ്റലാണെങ്കിൽ എപ്പോഴും കൺട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് മെറ്റലിനുള്ളത്. അതായത് ഉള്ളിലേക്ക് വലിയുന്ന, നമുക്ക് ഏത് രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവ ഗുണം മെറ്റലിനുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ എനർജി ലെവലിലുള്ള ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത് എപ്പോഴും കൺട്രാക്ഷനാണ്. വാട്ടർ ആണെങ്കിൽ എപ്പോഴും താഴേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വാട്ടർ താഴേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ കിഡ്നി ഇരിക്കുന്നത് ഏറ്റവും താഴെയാണ്. ശരീരത്തിൽ മറ്റ് അവയവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നോക്കുമ്പോൾ വാട്ടറിൻ്റെ സാന്നിധ്യം, ബ്ലാഡർ ആണെങ്കിലും കിഡ്നി ആണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ താഴ്ഭാഗത്താണ്. വുഡ് നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ ഭാഗത്ത് നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ഒരുപോലെ സഞ്ചരിക്കുന്ന ഒന്നാണ് വുഡ്. നമ്മുടെ ശരീരത്തിൻ്റെ
ഏത് ഭാഗത്താണെങ്കിലും ആ ഭാഗത്തു നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെ സഞ്ചരിക്കാനുള്ള ഒരു കപ്പാസിറ്റി വുഡ് എലമെൻറ്റിനുണ്ട്. എർത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. നമുക്ക് ഇപ്പോൾ ചവിട്ടി നിൽക്കണമെങ്കിൽ ഒരു ഭൂമി അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി എന്നുള്ളത് എർത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതേപോലെ തന്നെ എന്തിനേയും നമ്മൾ വിവരിക്കുന്ന സമയത്ത് എർത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു ഡയറക്ഷനെ ആണെങ്കിലും സീസണെ ആണെങ്കിലും എല്ലാ കാര്യത്തെയും നമ്മൾ വിവരിക്കുമ്പോൾ ഒരു സെൻറ്റർ പോയിൻ്റ് ആയിട്ടാണ് എർത്തിനെ സാധാരണ പറയാറുള്ളത്. നമ്മുടെ സ്റ്റൊമക്കും അതേപോലെ തന്നെ സ്പ്ലീനും ഈ 2 അവയവങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മധ്യഭാഗത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻസ് ഈ തരത്തിലാണ്. ഓരോ എലമെൻറ്റിൻ്റെയും മൂവ്മെൻറ്റ് ഡയറക്ഷൻ അഥവാ വുഡ് എക്സ്പാൻഷനാണ്. ഫയർ എന്നുള്ളത് അപ്വാർഡായിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. എർത്താണെങ്കിൽ സെൻട്രലായിട്ട് നിലനിൽക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ വിവരിക്കാനുള്ള ഒരു റഫറൻസ് പോയിൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് എർത്തിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റെബിലിറ്റി നിലനിൽക്കുന്നത്. മെറ്റൽ എന്നുള്ളത് കൺട്രാക്ഷനാണ്. എപ്പോഴും ഉള്ളിലേക്ക് വലിയുന്ന ഒന്നാണ്, കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. വാട്ടർ എന്നുള്ളത് എപ്പോഴും ഡൗൺവാർഡായിട്ട് മൂവ് ചെയ്യുന്ന ഒന്നാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 സീസണുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ 5 സീസണുകളിലും നമുക്ക് 5 എലമെൻസിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ഫയർ എന്നുള്ളത് സമ്മർ സീസണെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫയർ സമ്മറിനെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഫയർ. മെറ്റലാണെങ്കിൽ ഓട്ടം സീസൺ, വിൻ്റർ ആണെങ്കിൽ വാട്ടർ ആണെങ്കിൽ വിൻ്റർ സീസൺ, വസന്തകാലം സ്പ്രിംഗ് എന്നുള്ളത് വുഡിലാണ് ഉൾക്കൊള്ളുന്നത്. എന്നാൽ ഇതിലൊന്നും ഉൾക്കൊള്ളാതെ എർത്ത് എന്നുള്ളത് സെൻറ്റർ ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഒരു പോയിൻ്റ് ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ നോ സീസൺ. എങ്കിലും ഈ എർത്തിനെ സാധാരണ ലേറ്റ് സമ്മർ എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. നമ്മൾ പല കാര്യങ്ങളും വിവരിക്കുന്ന സമയത്ത് ലേറ്റർ സമ്മർ ആയിട്ടാണ് എർത്തിനെ പറയുക. എർത്തിനെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ സീസണിൻ്റെയും അവസാനം വരുന്ന 18 ദിവസം, ആ 18 ദിവസമാണ് എർത്ത് മൂലകവുമായി ബന്ധപ്പെട്ട ഒരു സീസൺ. അതായത് ഫയർ സീസണിൽ നിന്ന്, അതായത് സമ്മറിൽ നിന്ന് ഓട്ടം സീസണിലേക്കുള്ള ഒരു മാറ്റം. ആ മാറ്റത്തിൽ വരുന്ന അവസാന ദശ, ആ ഏറ്റവും അവസാനം വരുന്ന 18 ദിവസം, ആ 18 ദിവസമാണ് എർത്തിൻ്റെ സീസൺ എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ വുഡിൻ്റെ സീസൺ സ്പ്രിംഗ് ആണ്, ഫയറിൻ്റെ സീസൺ സമ്മറാണ്, എർത്തിൻ്റെത് സെൻട്രലായിട്ട് വരുന്ന ഒന്നാണ്. അതിന് സീസൺ ഇല്ല, എങ്കിലും എല്ലാ സീസണിൻ്റെയും അവസാനം വരുന്ന 18 ദിവസം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന ആ സീസണെ ലേറ്റ് സമ്മർ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. മെറ്റൽ എന്നുള്ളതിൻ്റെ ഓട്ടം, വാട്ടറിൻ്റേത് വിൻ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ അവയവങ്ങളും അതിൻ്റെ പുറത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള അവയവങ്ങൾ യാങ് അവയവമാണ്. അപ്പോൾ ഇന്നിനെ ഇന്നർ എന്നും യാങ്ങിനെ ഔട്ടർ എന്നും നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ ശരീരത്തിൽ പെരികാർഡിയത്തെ ഒഴിവാക്കിയിട്ടാണ് ഈ സാങ്ഫു എന്നുള്ള ഒരു ഓർഗൻ കൺസെപ്റ്റ് നമ്മൾ പറയാറുള്ളത്. അതിൽ സാങ് എന്നുള്ളതിൻ്റെ ഉച്ചാരണം ടി കൂടെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഭാഷാപരമായിട്ട്. അതിൻ്റെ മീനിങ് വിസറ എന്നുള്ളതാണ്. ഈ യാങ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് 5 സാങ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിവർ, ഹാർട്ട്, സ്പ്ലീൻ, ലങ്, കിഡ്നി, ഇവയാണ് നമ്മുടെ ശരീരത്തിലുള്ള സാങ് ഓർഗൻസ്. ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ഈ അവയവങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ശരീരത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ മൊത്തം സിസ്റ്റത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ 5 അവയവങ്ങൾ എന്നുള്ളത്. പിന്നീട് ഫു ഓർഗൻസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ അവയവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
അവ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതാണ്. ഇപ്പോൾ സ്പ്ലെയിൻ ആണെങ്കിലും ഹാർട്ടാണെങ്കിലും ലിവർ ആണെങ്കിലും ലങ്സ് ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ഇതിനകത്ത് പൊതുവേ ഇപ്പോൾ സ്റ്റൊമക്കിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ സ്റ്റൊമക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സ്പ്ലെയിനിൻ്റെ ഒരു പ്രവർത്തനം. അല്ലെങ്കിൽ ആ എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള കപ്പാസിറ്റിയാണ്. ഇപ്പോൾ സ്പ്ലെയിനിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഹാർട്ടും ലങ്ങും ഉൾക്കൊള്ളുന്ന ഒരു കൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ശരീരത്തിൽ രക്തവും അതേപോലെ തന്നെ ദ്രാവകങ്ങളുമെല്ലാം രൂപപ്പെടുമ്പോൾ ആ അവയവങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള രൂപമാണ് യഥാർത്ഥത്തിൽ ഈ യിൻ ഓർഗൻസിലുള്ളത്. അവ ഒരിക്കലും നമ്മുടെ ശരീരത്തിലുള്ള അവയവത്തെ ഒരു ഫങ്ഷനെ നിർവഹിക്കുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ ആമാശയത്തെ എടുക്കുകയാണെങ്കിൽ ആമാശയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയിൽ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളെയും ദഹിപ്പിച്ച് അരച്ചെടുക്കുന്ന ഒരു പ്രക്രിയ നിർവഹിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും കൺവേർട്ട് ചെയ്യപ്പെടുന്ന എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓരോ യാങ് അവയവത്തിൽ നിന്നും കൺവേർട്ട് ചെയ്യപ്പെടുന്ന എനർജിയെ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു പ്യുവറായിട്ടുള്ള ഘടകത്തെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് 5 യിൻ അവയവങ്ങളുടെ ധർമ്മം. എന്നാൽ യാങ് അവയവങ്ങൾ അങ്ങനെയല്ല. യാങ് അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഫു എന്നാണ്. അതിനെ ബവൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഗോൾ ബ്ലാഡർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, ബ്ലാഡർ, ട്രിപ്പിൾ ബർണർ ഇവയെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഫു ഓർഗൻസ്. അപ്പോൾ ഇവ ഡ്രൈൻ ആൻഡ് ഡു നോട്ട് സ്റ്റോർ, ഇവ ഡ്രൈൻ ചെയ്തെടുക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഏത് ഘടകത്തെയാണെങ്കിലും അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് സഹായിക്കുന്ന അവയവങ്ങളാണ് ഇവയൊക്കെ. അവ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. യിൻ അവയവങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവ ആക്റ്റീവായിട്ട് ഈ എനർജിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവയുടെ ട്രാൻസ്ഫോർമേഷൻ സഹായിക്കുന്ന അവയവങ്ങളാണ്. യിൻ അവയവങ്ങളെല്ലാം തന്നെ സോളിഡ് ആയിട്ടുള്ള അവയവങ്ങളാണ്. യാങ് അവയവങ്ങളെല്ലാം തന്നെ ഹോളോ ആയിട്ടുള്ള അവയവങ്ങളാണ്. അപ്പോൾ വുഡിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സ്ലൈഡ് തന്നെയാണ്. അപ്പോൾ അത് സോളിഡ് ഹോളോ ഓർഗൻസ് ഏതാണെന്നുള്ളത് ശരിയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് കൂടെ നൽകിയിട്ടുണ്ട്. ലിവർ എന്നുള്ളത് സോളിഡാണ്, ഹാർട്ട് സോളിഡാണ്, പെരികാർഡിയം സോളിഡാണ്, സ്പ്ലീൻ സോളിഡാണ്, ലങ്സ് സോളിഡാണ്, കിഡ്നി സോളിഡാണ്. എന്നാൽ ഹോളോ ഓർഗൻസിൽ ഗോൾ ബ്ലാഡർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ട്രിപ്പിൾ ബർണർ, സ്റ്റൊമക്ക്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, യൂറിനറി ബ്ലാഡർ ഇവയൊക്കെ ഹോളോ ആയിട്ടുള്ള അവയവങ്ങളാണ്. പക്ഷെ അതിനകത്ത് പെരികാർഡിയം, ട്രിപ്പിൾ ബർണറിനെ സാധാരണ നമ്മൾ അദൃശ്യമായ അവയവമായത് കൊണ്ട് തന്നെ അവയെ ആ ഒരു കൺസെപ്റ്റിൽ സാധാരണ പറയില്ലെന്ന് മാത്രം. ഇനി നമ്മുടെ 5 എലമെൻസിലേക്ക് ഈ പറയപ്പെട്ട അവയവങ്ങളെ നമ്മൾ ആ സീക്വൻസിലേക്ക്, ആ ഡയഗ്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫയറിനകത്ത് എംപറർ ഫയർ ഉണ്ട്, മിനിസ്റ്റർ ഫയറുമുണ്ട്. എംപറർ ഫയർ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനും ഹാർട്ടും ഉൾക്കൊള്ളുന്ന ഒന്ന്. മിനിസ്റ്റർ ഫയർ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബർണറും പെരികാർഡിയവും ഉൾക്കൊള്ളുന്ന ഒന്ന്. ഈ ഫയറിനെയാണ് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ സ്ഥാപിക്കുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എല്ലാ അവയവങ്ങളുടെയും ഒരു എംപററായിട്ടാണ് സാധാരണ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ ഫയർ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഫയറിന് പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെയാണ് അവയെ മുകളിൽ സ്ഥാപിക്കാനുള്ള ഒരു കാരണം. പിന്നീട് സ്റ്റൊമക്ക്, സ്പ്ലീൻ. സ്റ്റൊമക്ക് എന്നുള്ളത് യാങ് അവയവവും സ്പ്ലീൻ എന്നുള്ളത് യിൻ അവയവവുമാണ്. എർത്തിനകത്ത് ഉൾക്കൊള്ളുന്ന 2 അവയവങ്ങൾ. ഈ ഡയഗ്രത്തിനകത്ത് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഹാർട്ട്, പെരികാർഡിയം ഇത് രണ്ടും യിൻ അവയവങ്ങളാണ്. അതായത് ഇന്നർ ഓർഗൻസ് ആണ്, അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ട് ഇൻറ്റീരിയർ ആയിട്ടുള്ള അവയവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രം വരയ്ക്കുന്ന സമയത്തും അതിനകത്താണ്, ഉൾവശത്താണ് ഈ യിൻ അവയവങ്ങളെ സ്ഥാപിക്കേണ്ടത്. സ്പ്ലീൻ എന്നുള്ളത് ഉൾഭാഗത്തും സ്റ്റൊമക്ക് എന്നുള്ളത് യാങ് ആയതുകൊണ്ട് പുറം ഭാഗത്തും നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണിക്കും. മെറ്റലിനകത്ത് ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലങ്, വാട്ടറിനകത്ത് ബ്ലാഡർ, കിഡ്നി, വുഡിനകത്ത് ഗോൾ ബ്ലാഡർ, ലിവർ. ഇങ്ങനെയാണ് 12 അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ
നിലനിൽക്കുന്നത് അവയെ 5 എലമെൻസിലേക്ക് കൊണ്ടുവരുന്ന രീതി ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഫയർ എന്നുള്ളത് സമ്മർ, എർത്തിനെ നമ്മൾ ലേറ്റ് സമ്മർ ആയിട്ടോ അല്ലെങ്കിൽ നോ സീസൺ ആയിട്ടോ പരിഗണിക്കും, അല്ലെങ്കിൽ ഒരു സെൻറ്റർ പോയിന്റ് ആയിട്ട് പരിഗണിക്കും. മെറ്റൽ എന്നുള്ളത് ഓട്ടം, വാട്ടർ എന്നുള്ളത് വിൻ്റർ, വുഡ് എന്നുള്ളത് സ്പ്രിംഗ്. ഇവയാണ് 4 സീസൺസ്, 5 സീസൺസ്. ഇനി കളറുകളെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡയഗ്രത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഫയർ എന്നുള്ളതിൻ്റെ കളർ റെഡ് കളറാണ്, എർത്തിൻ്റെ കളർ യെല്ലോ കളറാണ്, വാട്ടറിൻ്റെ കളർ മെറ്റലിൻ്റെ കളർ വൈറ്റ് കളറാണ്, വാട്ടറിൻ്റെ കളർ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളറാണ്, വുഡിൻ്റെ കളർ ഗ്രീൻ കളറാണ്. വാട്ടറിൻ്റെ കളർ സാധാരണ അക്യുപങ്ക്ചറിൽ TCM അക്യുപങ്ക്ചറിൽ പറയുന്നത് ബ്ലാക്കിനോട് സമാനമാക്കിയിട്ടുള്ള കളറുകളെയാണ്. അപ്പോൾ നമ്മൾ ബ്ലൂ എന്നുള്ളത് എല്ലാ കൺസെപ്റ്റിലും ഒരേപോലെ പറയുന്നില്ല. ഇപ്പോൾ ബ്ലാക്ക് കളർ എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുക. വുഡ് ഗ്രീൻ, ഫയർ റെഡ്, എർത്ത് യെല്ലോ, മെറ്റൽ വൈറ്റ്, വാട്ടർ ബ്ലാക്ക്. എന്തിനാണ് നമ്മൾ ഈ കളറുകൾ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാളുടെ ശരീരത്തിൽ യെല്ലോ കളറിലുണ്ട്, യെല്ലോ കളർ പ്രകടമാകുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുന്ന ഒരു രോഗം വന്നു, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കണ്ണുകളൊക്കെ യെല്ലോ കളറായി മാറും, അവരുടെ കൈയുടെ പാമ ഏരിയയൊക്കെ യെല്ലോ കളറാവും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ യെല്ലോ കളർ, യെല്ലോയിഷ് കളർ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ എർത്ത് എലമെൻറ്റ് എക്സസ് ആണ് എന്നുള്ളതാണ്. എർത്ത് എലമെൻറ്റ് എക്സസ് ആവാനുള്ള കാരണം ഒരുപക്ഷെ വുഡ് എലമെൻറ്റ് എക്സസ് ആയിരിക്കും. വുഡ് എലമെൻറ്റിൽ വരുന്ന തകരാറുകൾ, വ്യതിയാനങ്ങളാണ് എർത്ത് എക്സസ് ആവാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ ഒരു പ്രകടനം നമ്മുടെ ശരീരത്തിൽ കാണുന്നതാണ് ഈ യെല്ലോ കളറിൽ. അപ്പോൾ രോഗനിർണയത്തിൽ ഈ കളറുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവയെ രോഗനിർണയം വളരെ എളുപ്പമായിരിക്കും. പല അവസരങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ എന്നുള്ളത് നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരു എലമെൻ്റാണ്. അപ്പോൾ ഈ മെറ്റൽ എലമെൻറ്റിൽ തകരാറുണ്ടാകുന്ന സമയത്താണ് നമ്മുടെ സ്കിന്നിലൊക്കെ വൈറ്റ് സ്പോട്ടുകളൊക്കെ കാണുക, വൈറ്റ് കളറിലുള്ള സ്പോട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ ചില മുറിവുകൾക്ക് ബ്ലാക്ക് കളർ നമുക്ക് കാണാൻ കഴിയും. അവ കൂടുതലായിട്ടും ഈ ക്രോണിക് ആയിട്ടുള്ള നോൺ ഹീലിംഗ് വൂൺസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ആദ്യം റെഡ് കളറായിരിക്കും, പിന്നീട് അവ ബ്ലാക്ക് കളറായിട്ട് മാറും. ഇതിനുള്ളൊരു കാരണം ആദ്യം ഹൃദയവുമായി ബന്ധപ്പെട്ട സർക്കുലേഷൻ അല്ലെങ്കിൽ അവയിൽ വരുന്ന പ്രശ്നം, അമിതമായിട്ടുള്ള ഹാർട്ടിൽ വരുന്ന ഹീറ്റ്, ഇവയൊക്കെ കൊണ്ടുണ്ടാവുന്നതായിരിക്കാം. പിന്നീട് ഈ ഹാർട്ടും കിഡ്നിയും തമ്മിൽ അല്ലെങ്കിൽ ഫയറും വാട്ടറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ വരുന്ന വ്യതിയാനം മൂലമായിരിക്കാം വ്യതിയാനത്തിൽ തകരാറുകൾ ഉണ്ടാവും. ക്രോണിക്കായിട്ട് അസുഖങ്ങൾ നമ്മൾ ചികിത്സിക്കാതിരിക്കുന്ന സമയത്ത് അവ ബ്ലാക്ക് വാട്ടർ എലമെൻറ്റിനെ കൂടെ ബാധിക്കും. ആ സമയത്താണ് ബ്ലാക്ക് കളറായിട്ട് അവ മാറുന്നത്. ഈ ക്രോണിക് ആയിട്ടുള്ള മുറിവുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കളറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഓരോ എലമെൻറ്റുമായി ബന്ധപ്പെട്ട ഡയഗ്നോസ് നമ്മൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് തരത്തിലാണ് ഏത് എലമെൻറ്റിൻ്റെ മായി ബന്ധപ്പെട്ടാണ് ആ രോഗമുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളറുകൾ നോക്കുക. ഇപ്പോൾ ഫയർ ആണെങ്കിൽ, ഇപ്പോൾ ഒരാൾ അമിതമായിട്ട് വെയിലിൽ പോയി നിന്നതിന് ശേഷം അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫേസൊക്കെ കവിളുകളൊക്കെ ചുമന്ന് തൊടുത്തതായിട്ട് കാണാൻ കഴിയും. അതിനുള്ള കാരണം ഈ ഫയർ എലമെൻറ്റ് എക്സസ് ആവുന്നതാണ്. ഫയർ എലമെൻറ്റ് എക്സസ് ആവുന്ന സമയത്ത് അതിൻ്റെ ഒരു രൂപം നമുക്ക് പ്രകടമാകുക നമ്മുടെ ഫേസിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുമാവാം. ഇപ്പോൾ റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫയറിനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സൗണ്ടുകൾ, 5 എലമെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സൗണ്ടുകൾ. ഇപ്പോൾ ഒരാൾ അമിതമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കള്ളുടിക്കുന്ന ആളുകളൊക്കെ കാണും. അപ്പോൾ ഡ്രിങ്കേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ അമിതമായിട്ട്
മദ്യപിച്ചതിന് ശേഷം ഷൗട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഷൗട്ടിങ് എന്നുള്ളത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ അവരുടെ ഈ ആൽക്കഹോൾ ഡയറക്റ്റായിട്ട് അവരുടെ ലിവറിനകത്ത് വുഡ് എലമെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അവയവത്തിനകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവരുടെ ഈ ഒരു സ്വഭാവം ഷൗട്ടിങ് രീതിയിൽ പുറത്തു വരുന്നത്. അപ്പോൾ ഷൗട്ടിങ് എന്നുള്ളത് വുഡ് എലമെൻറ്റിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഫയർ എന്നുള്ളതിൻ്റെ ഒരു സൗണ്ട് ലാഫിംഗ് ആയിരിക്കും. ഒരാളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫയർ എലമെൻറ്റ് ഡിസ്ഫങ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇംബാലൻസ് അവസ്ഥയിലാണ് അവർ ഫയർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ മാനിയ ഭ്രാന്തൊക്കെ ഉള്ള ആളുകളൊക്കെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അമിതമായി ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ അമിതമായിട്ട് ഇപ്പോൾ വുഡ് എലമെൻറ്റിന് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല, അല്ലെങ്കിൽ വുഡ് എലമെൻറ്റുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് തകരാറൊന്നും ഇല്ല. പക്ഷെ ഒരാൾ കൂടുതൽ ഷൗട്ട് ചെയ്താൽ തന്നെ, അവരുടെ സ്ഥിരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ ലിവറിനോ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിനോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെയാണ് അമിതമായിട്ട് ആഹ്ലാദം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് മിക്കവാറും കാർഡിയാക്ക് സംബന്ധമായിട്ടുള്ള കാർഡിയാക്ക് ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അമിതമായിട്ടുള്ള ഈ ലാഫിംഗ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ടല്ല. അമിതമായിട്ട് നമ്മൾ ഈഗോ ജോയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അമിതമായിട്ട് ചിരിച്ച് നടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് പെട്ടെന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വന്നിട്ട് പെട്ടെന്ന് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എർത്തിൻ്റെ ഒരു സ്വഭാവം, എർത്തിൻ്റെ ഒരു സൗണ്ട് എന്നുള്ളത് സിംഗിങ് സൗണ്ടാണ്. ഒരാൾ വെറുതെ ഇരുന്ന് ഒരു മൂളിപ്പാട്ട് പാടുന്നുണ്ടെന്ന് വിചാരിക്കുക. സാധാരണ അങ്ങനെ എപ്പോഴും പാട്ട് പാടാറുള്ള ഒരാളല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ എർത്ത് എലമെൻറ്റ് ഡിസ്ഫങ്ഷനാണ്. ഒന്നുകിൽ സ്പ്ലീനിലോ അല്ലെങ്കിൽ സ്റ്റൊമക്കിലോ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടാവും. അത് നമുക്ക് സാധാരണ നമുക്ക് തന്നെ ഒരു സിംഗിങ് മൂഡൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വയം വായിച്ച് ചെയ്താൽ മനസ്സിലാകും. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ അപ്രതീക്ഷിതമായിട്ട് ഒരു സിംഗിങ് മൂഡൊക്കെ വരാനുള്ള കാരണം. മെറ്റലിൻ്റെ ഒരു സൗണ്ട് എന്നുള്ള വീപ്പിംഗ് ആണ്. ഒരാൾ വലിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അപ്പോൾ അത് മെറ്റൽ എലമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സൗണ്ടാണ് എന്നുള്ളത് പറയാൻ കഴിയും. വാട്ടർ എലമെൻറ്റിൻ്റെ ഒരു സൗണ്ട് ഗ്രോണിംഗ് ആണ്, ഞരക്കം. ഇപ്പോൾ നമുക്കറിയാം ഈ ക്രോണിക് ആയിട്ടുള്ള രോഗികളൊക്കെ, പ്രത്യേകിച്ച് കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ള രോഗികളൊക്കെ അവർ ഇതേപോലെ ഒരു ഞരക്കം അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഞരക്കം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വാട്ടർ എലമെൻറ്റിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി സ്മെല്ലുകളെയും നമുക്ക് ഇതേപോലെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അവയുടെ ഒരു സ്മെല്ല്, ഇപ്പോൾ വുഡിൻ്റെ ഒരു സ്മെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ, വുഡിൻ്റെ സ്മെല്ല് റാൻസിഡ്, ഫയറിൻ്റെ സ്മെല്ല് സ്കോച്ച്ഡ്, എർത്തിൻ്റെ സ്മെല്ല് ഫ്രാഗ്നൻ്റ്, മെറ്റലിൻ്റെ റോട്ടൻ, വാട്ടറിൻ്റെത് പുട്രീഡ്. അപ്പോൾ അതിൻ്റെ മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ റാൻസിഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പുളിച്ച അവസ്ഥക്കാണ് റാൻസിഡ് എന്ന് പറയുന്നത്. കാരണം ഭക്ഷണക്കളങ്ങളൊക്കെ അഴുകുന്ന സമയത്തുള്ള ഒരു പുളിച്ച സ്മെല്ല് വരും. ആ ഒരു സ്മെല്ലിനെയാണ് റാൻസിഡ് എന്ന് പറയുക. രണ്ടാമത്തെ ഫയറിൻ്റെ സ്മെല്ല് സ്കോച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ വാസന, ഒരു കരിഞ്ഞ സ്മെല്ല്. അത് സാധാരണ ചില ആളുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഫയർ എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാത്തോളജിക്കൽ സിംറ്റമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എർത്തിൻ്റെത് പൊതുവെ ഒരു പരിമളമായിരിക്കും ഉണ്ടാകുക. എർത്ത് ഏറ്റവും നല്ല രീതിയിലാണെങ്കിൽ നല്ല പരിമളം അനുഭവപ്പെടും. മെറ്റൽ എന്നുള്ളതിൻ്റെത് റോട്ടനാണ്. റോട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു അഴുകിയ സ്മെല്ല്. അഴുകിയ മീൻസ് ആദ്യം ഏതൊരു വസ്തു അഴുകുമ്പോഴും പുളിച്ചതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ അഴുകി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ലിനെയാണ് റോട്ടൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വാട്ടർ എന്നുള്ളത് ഒരു ചീഞ്ഞ സ്മെല്ല്. അതായത് എന്തെങ്കിലും വസ്തുക്കളൊക്കെ
ഒരുപാട് അഴുകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുർഗന്ധത്തെയാണ് പുട്രിഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്മെല്ലുകളെ അടിസ്ഥാനമാക്കിയിട്ടും നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും നമുക്ക് 5 എലമെൻസിനെ മനസ്സിലാക്കാനും കഴിയും. ഇനി ഇമോഷൻസ് ആണ്. ഇമോഷൻസിനെ നമ്മൾ നേരത്തെ ഈ സൗണ്ട്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. വുഡ് എലമെൻറ്റ് ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഡ്രിങ്ക് അമിതമായിട്ട് ആൽക്കഹോളൊക്കെ കഴിക്കുന്ന ആളുകൾ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള കാരണം. ഫയർ എന്നുള്ളതിൻ്റെ ഇമോഷൻ ജോയ് ആണ്, അമിതമായിട്ടുള്ള ആഹ്ലാദം. ജോയ് എന്നുള്ളത് ഒരു ബാലൻസ്ഡ് ആണെങ്കിൽ അതൊരു രോഗാവസ്ഥയല്ല. പക്ഷേ അമിതമായിട്ടുള്ള സന്തോഷം, ഈഗോ, ജോയ് ഇവയൊക്കെ നമ്മുടെ ഹൃദയത്തെ തകരാറിലാക്കും. അങ്ങനെ അത്തരം പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഫയർ എലമെൻറ്റിൽ തകരാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഈഗോ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു രീതി, ഇപ്പോൾ ഒരു രോഗി നമ്മുടെ അടുത്ത് വന്നു. ആ രോഗി നമ്മോട് പറയുന്നു, ഞാൻ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി, അതിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, മിംസ് ഹോസ്പിറ്റലിൽ പോയി. അവിടെയുള്ള ഒരു സക്കറിയ എന്ന് പറയുന്ന ഗ്യാസ്ട്രോ എൻഡോൾസിനെ കണ്ടു. അപ്പോൾ അവർ 10,000 രൂപയുടെ സ്കാനിങ് ചെയ്തു. അവർ 2 മാസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ 2 മാസം 10 ഗുളിക വീതം കഴിച്ചു. ഈ 10 ഗുളിക വീതം കഴിച്ചിട്ട് ഞാൻ 4 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോയി എൻ്റെ കാറിൽ പോയിട്ട് ചെന്ന് നോക്കുമ്പോൾ വീണ്ടും അയാൾ ഒരു 12 ദിവസം കഴിച്ചിട്ട്, ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുന്ന ആളുകളുണ്ടാവും. എന്ന് രോഗം തുടങ്ങി, എന്ന് അവസാനിച്ചു, എന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ഈഗോ ആണ്, ഈഗോയിസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഫയറിന് എന്തോ തകരാറുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും ഈ ഒരു ദേഷ്യത്തോടെ രോഗിയാണെങ്കിൽ ദേഷ്യത്തോടെ നമ്മോട് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വുഡ് എലമെൻറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ രോഗി ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചും ദേഷ്യത്തോടെ സംസാരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ രോഗാവസ്ഥയാണ്. അവ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അയാളുടെ രോഗാവസ്ഥ ചികിത്സിക്കുന്നതിൻ്റെ കൂടെ ഈ കാര്യം കൂടെ നമ്മൾ പരിഗണിച്ച് വേണം ചികിത്സിക്കാൻ. എർത്ത് എലമെൻ്റ് ഡിസ്ഫങ്ഷനായ ആളുകൾ എപ്പോഴും പെൻസീവ്നെസ്, ഒരു ആകുലത കൊണ്ട് നടക്കുന്നവരായിരിക്കും. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. എപ്പോഴും അവരുടെ സംസാരത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും ഒരു അസ്ഥിരമായ സംസാരമായിരിക്കും അവർ നമ്മോട് പ്രകടിപ്പിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജസ്റ്റ് അവരോട് ചോദിച്ചാൽ മതി, നിങ്ങളുടെ ദഹന വ്യവസ്ഥ എങ്ങനെയുണ്ട്, ഗ്യാസ് ട്രബിൾ ഉണ്ടോ, ദഹനം ശരിയല്ലേ എന്ന് ചോദിച്ചാൽ അവർ പറയും കുഴപ്പമുണ്ട് എന്ന് പറയും. അതാ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെറ്റൽ എലമെൻറ്റിൽ സാധാരണ സാഡ്നെസ്, ഈ സാഡ്നെസ് എന്നുള്ളത് കഴിഞ്ഞ പോയ കാര്യങ്ങളെ കുറിച്ചിട്ട്, ദുഃഖം അങ്ങനെയാണല്ലോ, കഴിഞ്ഞു പോയ പാസ്റ്റായി പോയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സാധാരണ ഈ ദുഃഖം അനുഭവപ്പെടുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുണ്ടാവും ദുഃഖം, അല്ലെങ്കിൽ ഒരാളുടെ വേർപാട്, ഇവയെക്കുറിച്ചിട്ടുണ്ടാവുന്നതാണ് ദുഃഖം, സാഡ്നെസ്. അത് മെറ്റൽ എലമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വികാരമാണ്. ഇപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് ദുഃഖം കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഒരു 99% അവർക്ക് ആസ്തമ, അലർജി രോഗങ്ങളുണ്ടാവും. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ചെറിയ ഒരു ടീനേജ് ഘട്ടത്തിലുള്ള കുട്ടികളെയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇവർ പലപ്പോഴും ഈ അലർജിക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ അവർക്ക് സാധാരണ കണ്ടുവരാറുണ്ട് ഇന്ന്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളായതുകൊണ്ടാണ്. പ്രേമനൈരാശ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖമൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളായതുകൊണ്ടാണ് പലപ്പോഴും ഈ ആസ്തമ, അലർജി പോലുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള പ്രധാന കാരണം. കാരണം മെറ്റലിൻ്റെ ഒരു വികാരമാണ് സാഡ്നെസ് എന്നുള്ളത്. അപ്പോൾ മെറ്റലുമായി ബന്ധപ്പെട്ട അവയവത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. വാട്ടറിൻ്റെ ഒരു വികാരം, ഇമോഷൻ എന്നുള്ളത് ഫിയർ ആണ്. നമുക്കറിയാം, നമ്മൾ രാത്രി അല്ലെങ്കിൽ കുറച്ച് ഇരുട്ടായ സമയത്ത്, ഇരുട്ടി എന്നുള്ളത് തന്നെ ബ്ലാക്ക് കളറാണ്, അത് വാട്ടറിനെ സ്വാധീനിക്കുന്ന കളറാണ്. ആ സമയത്ത് നമ്മൾ ഒരു സ്ഥലത്തൂടെ സഞ്ചരിക്കുക എന്ന് വിചാരിക്കുക, നമ്മുടെ അടുത്ത് ലൈറ്റൊന്നുമില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ എന്തോ നമ്മുടെ പിറകെ കൂടിയെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മൂത്രമൊഴിക്കും, ഓടുകയും ചെയ്യും, മൂത്രമൊഴിക്കുകയും ചെയ്യും. അതിനുള്ളൊരു കാരണം ഈ ഫിയർ എന്നുള്ളത് വികാരം കിഡ്നിയെ നേരിട്ട് സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ കിഡ്നി രോഗികൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഭയമാണ്.
കാരണം ഈ ഭയം എന്നുള്ളത് ഒന്നുകിൽ വളരെ കഠിനമായിട്ടുള്ള ഭയമായിരിക്കണം. ഏത് വികാരമാണെങ്കിലും ഒന്നുകിൽ കഠിനമായിട്ടുള്ള വികാരങ്ങളാണ് എപ്പോഴും ഈ അവയവങ്ങളെ സ്വാധീനിക്കുന്നത്. അതല്ലെങ്കിൽ നിരന്തരമായിട്ട് ചെറിയ തരത്തിലുള്ള ഫിയർ ആയിരിക്കും. നിങ്ങൾ ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ എന്ന് പറയാൻ പറ്റില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സ്ഥലത്ത് ചെറിയൊരു ഭയമുണ്ടാകും. പക്ഷെ അത് നിരന്തരമായിട്ട് അവർ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. ഇന്നുള്ള കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികൾ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ മെഡിസിൻ്റെ ഉപയോഗം ഇതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആളുകളുടെ രോഗഭയമാണ്. നമുക്കറിയാം പണ്ടുള്ള ആളുകളുടെ ഒരു രീതി അനുസരിച്ച് ഇന്നത്തെ ആളുകളുടെ രോഗഭീതി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം ഒരു വർഷം നമ്മൾ പിന്നിട്ടു. ഈ കോവിഡ് എന്നുള്ളത് നമ്മുടെ ഒരു മനുഷ്യ നാഗരികതയെ മൊത്തം പിടിച്ചുലുക്കിയ ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ നമ്മൾ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻസ് എന്നൊക്കെ നോക്കിയാൽ അവരൊന്നും അത്ര ഭയത്തിലല്ല ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് മലയാളികളെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും മീഡിയയിൽ ആളുകളുടെ രോഗം, എത്ര രോഗികൾ ഉണ്ടായി, എത്ര പേര് മരിച്ചു, എപ്പോഴും ഈ ഒരു ചിന്തയിൽ അവർ നിലകൊള്ളുന്നുണ്ട്. ഇത് ഒരു അടുത്ത വർഷങ്ങളിൽ തന്നെ, അടുത്ത വരും കാലങ്ങളിൽ തന്നെ ഈ കിഡ്നി രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവ് നമുക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഗ്രാഫ് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ നിരന്തരമായിട്ടുള്ള രോഗഭയം നമ്മുടെ കിഡ്നിയെയാണ് ബാധിക്കുന്നത്. അപ്പോൾ രോഗികളെ നമ്മളെപ്പോഴും ഭയം ഉണ്ടെങ്കിൽ ആ ഭയത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയണം. ഇനി ഈ 5 എലമെൻസിനെ നമ്മൾ ടേസ്റ്റുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഓരോ എലമെൻറ്റിനും ഓരോ ടേസ്റ്റുകളുണ്ട്. സവർ എന്നുള്ളത് അഥവാ പുളി എന്നുള്ളത് വുഡ് എലമെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഒരാൾക്ക് കൂടുതൽ പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് അയാളുടെ വുഡ് എലമെൻറ്റിൽ വരുന്ന ഒരു തകരാറാണ്. അല്ലെങ്കിൽ വുഡ് എലമെൻറ്റുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തെ നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വുഡ് എലമെൻറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ്, ബലഹീനതയാണ് ഉള്ളതെങ്കിൽ അവയെ ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് പുളിയുള്ള ആഹാരപദാർത്ഥങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് രോഗിയോട് നിർദ്ദേശിക്കാം. ഇനി അതല്ല, അമിതമായിട്ട് പുളി കഴിക്കാനുള്ള ടെൻഡൻസി ആണെങ്കിൽ അത് ആ സമയത്ത് ഡെഫിഷ്യൻസി കണ്ടീഷൻ ആണെങ്കിൽ, അതായത് കുറവാണെങ്കിൽ അവരോട് അല്പം പുളിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് പറയാം. അമിതമാവാത്ത രീതിയിൽ. അമിതമായി കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് പുളി കുറക്കാനും വേണ്ടി പറയാം. ഫയർ എലമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ടേസ്റ്റാണ് ബിറ്റർ, കയ്പ്പ് അല്ലെങ്കിൽ ചവർപ്പ്. ഈ ചവർപ്പ് ടേസ്റ്റ് അവർക്ക് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഫയർ എലമെൻറ്റ് ശരിയായ രീതിയിലല്ല, ഫയർ എലമെൻറ്റുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എർത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത് സ്വീറ്റാണ്. അപ്പോൾ ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അമിതമായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്നത് കൊണ്ടാണ്. സ്വീറ്റ്സ് അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ പലപ്പോഴും നമ്മുടെ എർത്തിനെ ഡാമേജ് ആക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആമാശയത്തിലുള്ള ബലഹീനതകൾ ഉണ്ടെങ്കിൽ, അതായത് അത് ഈ എനർജി ലെവലിലുള്ള ഒരു ഡെഫിഷ്യൻസി കണ്ടീഷനാണുള്ളതെങ്കിൽ, എക്സസ് കണ്ടീഷനല്ല, ഡെഫിഷ്യൻസി കണ്ടീഷനാണെങ്കിൽ, കുറവ് മൂലമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് സാധാരണ ഈ ചെറിയ മക്കളൊക്കെ ഈ സ്വീറ്റ്സ് അമിതമായിട്ട് കഴിക്കാനുള്ള കാരണം, സ്വീറ്റ്സിനോട് കൂടുതൽ താല്പര്യം അവർക്ക് കൂടാനുള്ള കാരണം, അവരെപ്പോഴും സ്വീറ്റ്സ് കൂടുതൽ സമയം കഴിക്കാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം അവർ ഒരു ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് നിലനിൽക്കുന്നത്. അവർക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അവരുടെ ആമാശയത്തിൽ കൂടുതൽ ഫുഡ് കഴിക്കുകയും അത് ദഹിക്കുകയും അത് കൺവേർട്ട് ചെയ്യപ്പെടുകയും വേണം. അതുകൊണ്ട് അവരുടെ ആമാശയം ഏറ്റവും നല്ല സ്റ്റേജിലായതുകൊണ്ടാണ് അവർക്ക് ഈ സ്വീറ്റ്സ് കഴിക്കാനുള്ള ഒരു കാരണം. മെറ്റലിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത് പങ്ചൻ്റാണ്. നമുക്കറിയാം, നമുക്കൊരു കോൾഡ് ബാധിക്കുന്നത് നമ്മുടെ മെറ്റൽ എലമെൻറ്റിനെയാണ്, ശ്വാസകോശത്തെയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. കോൾഡ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഫ്ലൂ ടൈപ്പുള്ള രോഗങ്ങളൊക്കെ.
അപ്പോൾ ആ സമയത്ത് നമുക്ക് എരിവ് കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി സാധാരണ അനുഭവപ്പെടാറുണ്ട്. അതിനുള്ള കാരണം മെറ്റലിൻ്റെ ടേസ്റ്റാണ് പങ്ചൻ്റ് അല്ലെങ്കിൽ സ്പൈസി എന്നുള്ളത്. വാട്ടറിൻ്റെ ടേസ്റ്റാണ് സാൾട്ടി. ഇപ്പോൾ അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് കിഡ്നി ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വാട്ടറിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് സാൾട്ടി ടേസ്റ്റാണ്. 5 എലമെൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അവയവങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ടിഷ്യൂ ലെവലിലും നമുക്ക് 5 എലമെൻസിനെ കാണാൻ കഴിയും. ഈ 5 എലമെൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടിഷ്യൂകളെ വിവരിക്കുകയാണെങ്കിൽ വുഡിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ സിനൂസ് എന്ന് പറഞ്ഞാൽ സ്നായുക്കൾ എന്നാണ് പറയുന്നത്. നമ്മുടെ മസിലിനെയും മസിലിൻ്റെ അടുത്ത് ജോയിൻറ്റുകളെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം, സ്നായുക്കൾ, സിനൂസ് എന്നാണ് അവയെ പറയുന്നത്. അപ്പോൾ വുഡാണ് സിനൂസിനെ കൺട്രോൾ ചെയ്യുന്നത്, അവയെ പരിപാലിക്കുന്നത്. ഫയറാണ് നമ്മുടെ രക്തധമനികളെ, അതായത് ബ്ലഡ് വെസൽസിനെ കൺട്രോൾ ചെയ്യുകയും അവയെ ശരിയായ രീതിയിൽ നിലനിർത്തുകയും ചെയ്യുന്നത്. എർത്താണ് നമ്മുടെ മസിൽസിനെ ശരിയായ രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആമാശയ സംബന്ധമായിട്ടുള്ള ബലഹീനതകൾ ഉണ്ടെങ്കിൽ അവരുടെ മസിലുകളിലും പ്രശ്നങ്ങൾ കാണും. അല്ലെങ്കിൽ മസിലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ എർത്ത് ശരിയല്ല, എർത്ത് എലമെൻ്റൽ ഡിസ്ഫങ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മസ്കുലാർ അട്രോപ്പി, മസ്കുലാർ ഡിസ്ട്രോഫി പോലുള്ള കേസുകൾക്കൊക്കെ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത് എർത്തിനെയാണ്, അതായത് സ്പ്ലീൻ, സ്റ്റൊമക്ക് എന്നീ 2 അവയവങ്ങളെയാണ് ചികിത്സിക്കേണ്ടത്. അപ്പോഴാണ് കൂടുതൽ ഫലപ്രദമായിട്ട് അവയെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മെറ്റലിൻ്റെ ഒരു ടിഷ്യൂ ആണ് സ്കിൻ. അപ്പോൾ തൊലി രോഗങ്ങളെല്ലാം തന്നെ നമ്മുടെ മെറ്റൽ എലമെൻറ്റുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. ഒന്നുകിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ലങ്സ്, ഇവയുമായി ബന്ധപ്പെട്ട ഒരു രോഗാവസ്ഥയാണ് നമ്മുടെ തൊലിയിൽ പ്രകടമാകുന്നത്. വാട്ടർ എന്നുള്ളതിൻ്റെ ടിഷ്യൂ ആണ് ബോൺസ്. അപ്പോൾ നമുക്ക് എല്ലിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കേണ്ടത് വാട്ടർ എലമെൻസിനെയാണ്. ഇപ്പോൾ എല്ലുകൾ, ജോയിൻറ്റുകൾ, നട്ടെല്ല്, ഇവയിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ വാട്ടർ എലമെൻറ്റുമായി ബന്ധപ്പെട്ട, അഥവാ കിഡ്നിയോ യൂറിനറി ബ്ലാഡറോ മായി ബന്ധപ്പെട്ട വ്യതിയാനങ്ങളാണ് നമ്മുടെ ബോൺസിലും ജോയിൻസിലും ഒക്കെ ഉണ്ടാക്കുന്ന രോഗങ്ങൾ. ഇനി സെൻസ് ഓർഗൻസിനെ നമുക്ക് നോക്കാം. വുഡ് എലമെൻറ്റുമായി ബന്ധപ്പെട്ട സെൻസ് ഓർഗൻസ് ഐസ് ആണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കണ്ണും കരളും എന്നുള്ളത്. ഒരു ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത് പറയുന്നത്. അപ്പോൾ പണ്ടത്തെ ആളുകൾക്കൊക്കെ ഈ എലമെൻസിൻ്റെ സെൻസ് ഓർഗനെ കുറിച്ചിട്ടൊക്കെ ധാരണയുണ്ടായിരുന്നു എന്ന് വേണമെന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാൻ. അതുകൊണ്ടാണല്ലോ അവർ അത്തരം ഒരു ഉദ്ധരണിയൊക്കെ പറയാനുള്ള ഒരു കാരണം. അപ്പോൾ കണ്ണിൻ സംബന്ധമായിട്ടുള്ള എന്ത് രോഗമാണെങ്കിലും അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വുഡ് എലമെൻറ്റിനെ അല്ലെങ്കിൽ വുഡുമായി ബന്ധപ്പെട്ട അവയവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടങ്ങിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫയർ എലമെൻറ്റുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയാണ്. പ്രത്യേകിച്ച് ടങ്ങിൻ്റെ ടിപ്പിൽ ചെറിയ ഡോട്ട്സ്, റെഡ്നെസ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അത് ഹൃദയത്തിൻ്റെ വീക്ക്നെസ് കൊണ്ടോ ഹൃദയത്തിൽ വരുന്ന ബ്ലോക്കുകൾ കൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഫയറിൻ്റെ ഒരു എക്സ്റ്റേണൽ പാർട്ടാണ് അല്ലെങ്കിൽ സെൻസ് ഓർഗൻ ആണ് ടങ് എന്നുള്ളത്. എർത്തിൻ്റെ സെൻസ് ഓർഗൻസ് ആണ് മൗത്ത്, ലിപ്സ്. അപ്പോൾ ഒരാളുടെ ലിപ്പ് ഡ്രൈ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ ആമാശയം ഡ്രൈ ആണ്, അവിടെ എനർജി ലെവലിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും വായയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, നാവിലല്ലാതെ വായയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ എർത്തുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകളാണ്. മെറ്റലുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥ നമുക്ക് നോസിൽ കാണാൻ കഴിയും. കാരണം നമ്മുടെ നോസിൻ്റെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നോസ് നമ്മുടെ ലങ്സിന് സമാനമായിട്ടുള്ള ഒരു ഷേപ്പിൽ തന്നെയാണ് നോസും ഉള്ളത്. അപ്പോൾ നോസിൽ വരുന്ന എല്ലാ രോഗങ്ങളും ലങ്സ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ബന്ധപ്പെട്ട രോഗങ്ങളാണ്. വാട്ടറുമായി ബന്ധപ്പെട്ട അതിൻ്റെ സെൻസ് ഓർഗനാണ് ഇയർ. ഇയറിൻ്റെ ഷേപ്പ് തന്നെ കിഡ്നിയുടെ സമാനമായിട്ടുള്ള ഷേപ്പാണ്. അപ്പോൾ ഏത് എലമെൻറ്റിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഇൻ അവയവങ്ങളുടെ ഒരു രൂപം നമുക്ക് ഇവയിലൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ വുഡിൽ വരുന്ന ഐസിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ കണ്ണിന് സമാനമായി, നമ്മുടെ കണ്ണ് കരളിന് സമാനമായിട്ടുള്ള രൂപമുണ്ട്. നാവ് ഹൃദയത്തിന് സമാനമായിട്ടുള്ള രൂപമുണ്ട്. എർത്തിനകത്ത്
നമ്മുടെ ലിപ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പ്ലീനിന് സമാനമായിട്ടുള്ള രൂപമാണ്. മെറ്റലിൻ്റെ നോസ് നോക്കുകയാണെങ്കിൽ ലങ്സിന് സമാനമായിട്ടുള്ള രൂപമാണ്. വാട്ടറിലുള്ള ഇയർ നോക്കുകയാണെങ്കിൽ അത് കിഡ്നിക്ക് സമാനമായിട്ടുള്ള രൂപമാണ്. എല്ലാ അവയവങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള രൂപത്തെ നമുക്ക് ഈ സെൻസ് ഓർഗൻസിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ സെൻസ് ഓർഗൻസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സെൻസ് ഓർഗൻസിൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് അവയുമായി ബന്ധപ്പെട്ട മെറിഡിയൻസിൽ ചികിത്സിക്കാം, അല്ലെങ്കിൽ ആ ഓർഗനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ ചികിത്സിക്കേണ്ടത്. ഇനി എക്സ്റ്റേണൽ പാത്തോജൻസ്, 5 എലമെൻസുമായി ബന്ധപ്പെട്ട എക്സ്റ്റേണൽ പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗങ്ങളെ കൊണ്ടുവരുന്ന രോഗകാരികളായിട്ടുള്ള ഘടകങ്ങൾ. ഈ ഘടകങ്ങളെ 5 എലമെൻസ് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ വിഭജിക്കുകയാണെങ്കിൽ വുഡിൻ്റെ ഒരു എക്സ്റ്റേണൽ പാത്തോജനിക് ഫാക്ടറാണ് വിൻഡ് എന്നുള്ളത്. ഫയറിൻ്റെത് ഹീറ്റാണ്, എർത്ത് എന്നുള്ളത് ഡാംനെസ് ആണ്, മെറ്റൽ എന്നുള്ളത് ഡ്രൈനെസ് ആണ്, വാട്ടർ എന്നുള്ളതിൻ്റെത് കോൾഡാണ്. അപ്പോൾ വിൻഡ് എപ്പോഴും വുഡ് എലമെൻറ്റിനെ സ്വാധീനിക്കും, വുഡ് എലമെൻറ്റുമായി ബന്ധപ്പെട്ട അവയവങ്ങളെ തകരാറിലാക്കും. അമിതമായിട്ടുള്ള ഹീറ്റ് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കും, ഹാർട്ടിൻ്റെ അവയവങ്ങളെ ബാധിക്കും. എർത്ത് എന്നുള്ളത് ഡാംനെസ് ആണ്. അപ്പോൾ അമിതമായിട്ടുള്ള ഡാംനെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ശീതം എന്നൊക്കെയാണ്. അപ്പോൾ അമിതമായിട്ടുള്ള ഡാംനെസ് നമ്മുടെ ശരീരത്തിലുള്ള എർത്ത് അവയവങ്ങളെ ബലഹീനമാക്കും. മെറ്റലിൻ്റേത് ഡ്രൈനെസ് ആണ്. അമിതമായിട്ട് ഡ്രൈനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ലങ്സ്, ലാർജ് ഇൻറ്റസ്റ്റൈനൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത അവസ്ഥ വരും. അമിതമായിട്ടുള്ള കോൾഡ് നമ്മുടെ കിഡ്നിയെ, അതേപോലെ തന്നെ ഈ യൂറിനറി ബ്ലാഡറിനെ സ്വാധീനിക്കും. ഏറ്റവും അവസാനം ഞാൻ നൽകുന്നത് ഒരു ചാർട്ടാണ്. ഈ ചാർട്ട് ഞാൻ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാം. ഈ ചാർട്ടിനകത്ത് കാണിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. അതിന് പുറമെ ചില കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവ നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന ഡൊമസ്റ്റിക് ആനിമൽസ്, ഇതൊക്കെ ട്രഡീഷണൽ ചൈനീസ് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകളാണ്. ഷീപ്പ്, ഫോൾ, ഓക്സ്, ഡോഗ്, പിഗ് എന്നുള്ളതൊക്കെ അതൊന്നും നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല, എങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആനിമൽസിൽ ഫിഷ്, ബേർഡ്സ്, ഹ്യൂമൻ, മാമൽസ്, ഷെൽ കവേർഡ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ചൈനീസ് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എന്നുള്ള തരത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകൾ പറയുമ്പോൾ ബർത്ത്, ഗ്രോത്ത്, ട്രാൻസ്ഫോർമേഷൻ, ഹാർവെസ്റ്റ്, സ്റ്റോറേജ്, ഇവയാണ് വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടറുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം എന്നുള്ളത്. കറസ്പോണ്ടൻസ് ആ തരത്തിലാണ് കാണിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഈ ചാർട്ട് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ ഇവയെ മനസ്സിലാക്കുക. ഇനിയും 5 എലമെൻസുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ വളരെ ക്ലിയർ ആയതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗങ്ങൾ പഠിക്കാം.